ഇതേ നമ്മുടെ അച്ചൂട്ടനും മമ്മിയും ഗാർഡനിൽ എന്തോ പരിപാടിയാണേ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് അച്ചൂട്ടനെ വെറുതെ ഓരോന്നുപോലെ ചൂടാക്കുവേ. ഇതാ വരുന്നുണ്ട് ആള്. എന്താ പരിപാടി മമ്മി മോളും കൂടിയിട്ട്? അയ്യടാ നല്ല സൂപ്പർ ക്ലിപ്പാന്നല്ല. അടുത്ത രസം ഉണ്ടാവട്ടെ. ഇപ്പം മമ്മി ഇതപ്പം ഇത് ഇന്നലെ വാങ്ങിയ ക്ലിപ്പല്ലേ? ആ അതന്നെ ഞാൻ പറഞ്ഞേ, ക്ലിപ്പിൻ്റെ കാര്യം പറഞ്ഞേ. അല്ല അച്ചൂട്ടാ, പപ്പ ഒരു കാര്യം ചോദിക്കട്ടെ. അച്ചൂട്ടൻ ഭയങ്കര കുരുത്തക്കടാന്ന് പപ്പയുടെ ഒരാൾ പറഞ്ഞു. ആളെ പറയട്ടെ പപ്പ, ചൂണ്ടിക്കാണിക്ക. മിസ് പറയൂല അല്ലേ? മിസ് പറയോ അച്ചു അങ്ങനെ? അതെന്താ മിസ് പറയാത്തെ? അയ്യടാ അതെന്തേ? പിന്നെ ആരാ പറഞ്ഞ? പിന്നെ പറ, പപ്പയുടെ ഒരാൾ പറഞ്ഞു ഭയങ്കര കുരുത്തക്കേടാന്ന്. ആരായിരിക്കൂ? ഒന്ന് പോടിയാ. പറഞ്ഞില്ല കേട്ടാ ഭയങ്കര കുരുത്തക്കേടാന്ന്. എനിക്കിങ്ങനെ കുരുത്തക്കേടൊന്നും കളിക്കാൻ പാടില്ല കേട്ടോ, നല്ല കുട്ടിയാവണം കേട്ടാ. സുധി അച്ചൂട്ടിന് കുരുത്തക്കേടുണ്ടാ? കുറച്ചുണ്ട് തോന്നല്ല, കുറച്ചുണ്ട്. ആരാ കുരുത്തക്കേട് പറഞ്ഞറിയാവാ? പപ്പ തന്നെയാ പറഞ്ഞ മമ്മീനെ എടുക്ക. അച്ചുവിനെ കുറച്ച് കുരുത്തക്കേടുണ്ട്. പപ്പക്ക് ഇപ്പൊ ഉമ്മയൊന്നും തരുന്നില്ലല്ലോ. തുടങ്ങി പൂരം. തോറ്റ് പപ്പ തോറ്റ്. അല്ല പപ്പ എന്നിട്ട് പറഞ്ഞേന്നറിയാവാ? എൻ്റെ മോള് ഇന്ന് പപ്പക്ക് ഉമ്മയും തന്നിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ? ആ ഇന്നലെ ഉമ്മ തന്നിട്ടില്ല. അയ്യടാ അതിന് അച്ഛനെ ഇന്ന് പപ്പ കണ്ടിട്ടില്ലല്ലോ. ആ എന്താ പിന്നെ മോള് സ്കൂളിൽ പോകുന്നതിന് ഒരു ഉമ്മ പപ്പക്ക് തരണ്ടേ? പരതണ്ടേ പപ്പേനെ? പപ്പ ഉമ്മ പപ്പയെന്ന് അറിഞ്ഞൂടെ? എന്തായാലും തട്ടിപ്പ് നോക്കിയ പറഞ്ഞ് തോറ്റ പോലത്തെ കൂടുന്നുണ്ടാ. തോറ്റ ഓടിച്ച് സ്റ്റാച്ചു ആയാ ഇങ്ങനെ വേണം കേട്ടോ തട്ടിപ്പ്. ആ മിണ്ടണ്ട, അടുത്തിടുന്നോ പാപ്പയും മമ്മിയും മിണ്ടിക്കോളും. നിന്റെ മോൾ ഇതെല്ലാം ഇടുന്ന സ്ഥിതി പഠിച്ചിനി സ്റ്റാച്ചു. ഇനിയോ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനും കുത്തലെന്ന് പറഞ്ഞാൽ ഇവളെ കഥ ഒറ്റ ഓട്ടല്ലേ. ഇപ്പൊ ഇങ്ങനെ ഡയലോഗ് കുറെ കൂടി കഴിഞ്ഞപ്പോ പിന്നെ ഡയലോഗോട് ഡയലോഗ് ആയിരിക്കും കേട്ടാ. മമ്മിക്ക് പിന്നെ ഓളോടൊന്നും പറയാൻ കഴിയില്ല. നീ ഒന്ന് പറയുമ്പോ ഓള് 4 പറയൂ. അല്ല ഓള് ധിക്കാരൊന്നും പറയുന്നില്ല, ഓളെല്ലാം ന്യായം പറയുന്നുള്ളൂ കേട്ടാ. ആ ഇതേ ഒരു പ്രത്യേക പ്രതിഭാസം ജാമ്പൂല്. ഇതാ നോക്കിട്ടെ, കാലില് വേദന കേട്ടാ. ജാമ്പു അടക്കുമ്പോളെ ഇങ്ങനെ വിടല്ല, കാല് വരെയോ. ജാനു ഇങ്ങോ പറയട്ടെ, പപ്പ ചോദിക്കട്ടെ. പപ്പ ഷോപ്പിൽ നിന്ന് വന്നപാട് ഒരു കുഴപ്പമില്ല, ഏട്ടനും അനിയത്തി ഓടി കളിക്കുന്നുണ്ടേ. എന്നിട്ട് എന്തോ തിന്നുന്ന സാധനം പപ്പനെ കണ്ട് ഒളിപ്പിച്ചു വെച്ചേ. പപ്പ കലമ്പുന്നതായിട്ട് പയ്യെ കളറിക്കോളന്ന്. ഇതാ കണ്ട കാല് ശരിയല്ലേ? എന്നെ കള്ളത്തി. ആ ചെക്കൻ പാ ഓനൊറ്റക്ക് പോയി. ഇവള് കളറിക്കോന്ന് പറയുമ്പോ കാല് വരാന്ന് മറ്റേ അഭ്യാസം. നിന്റെ സൂക്കട് ഏതാ ഉടായിപ്പ് പറയാ. ആ മതി നിന്റെ അഭിനയം, പപ്പക്ക് മനസ്സിലായി. പപ്പയുടെ സംശയം ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടാളും എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിപിടി കൂടുന്നു? സത്യം പറയണേ. എന്തിനാ അടിപിടുന്ന്? രണ്ടാളും അടിപിടി കൂടെ എന്നിട്ട് സ്റ്റാച്ചു ഏട്ടാ ഉത്തരം മുട്ടുമ്പോ സ്റ്റാച്ചു. മോള് പറ ജാനു ഓടിയാ. രണ്ടു മുങ്ങി. രണ്ടാളും അടിപിടുമ്പോ എന്തെല്ലാം ഡയലോഗല്ലേ. ന്യായം പറയുന്നത് കേൾക്കുക തന്നെ വേണോ? അല്ല ജാനു, ഇനി പപ്പന്റെ സംശയം ഒന്നും ചോദിക്കട്ടെ. നിങ്ങൾ അടിപിടി കൂടിയിട്ടേ പിന്നീട് രണ്ടാളും ഭയങ്കര സ്നേഹാന്നല്ല, അതെന്തുകൊണ്ടാണ്? അതുകൊണ്ടാ? അതല്ല മോക്ക് ചേച്ചിയോട് അത്ര സ്നേഹമുള്ളണ്ടല്ലേ അല്ലേ? അതെയാ? അങ്ങനെ സോപ്പിംഗ് ആക്കിട്ട് ഞങ്ങള് മിണ്ടുവാ. ഭയങ്കര സ്നേഹസമ്പന്നയായ മക്കളാ രണ്ടാളും. അപ്പൊ കണ്ടല്ലോ നമ്മളെ മക്കളെ അടവുകളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സ്നേഹാന്നല്ലേ മമ്മി രണ്ടാക്കും? അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടാ. എന്താണെന്നറിയില്ല, മക്കൾക്ക് രണ്ടാക്കും സമ്മതമല്ല എല്ലാവരോടും മുടിഞ്ഞ സ്നേഹമാണ്. അച്ചാച്ചനോടായാലും അമ്മമ്മയോടായാലും എല്ലാവരും ഭയങ്കര സ്നേഹമാണ്, ബഹുമാനമാണ്.
ഭയങ്കര ഇഷ്ടം. അവരെ കൂടുതൽ ഇഷ്ടം അല്ലേ കുഞ്ഞിക്കുട്ടികളാ. അപ്പൊ അതിനൊക്കെ കുറെ കൂടി സംസാരിക്കണ്ടേ. എനിക്ക് ഷോപ്പിൽ നിന്ന് ഒരു വിളി വന്നിട്ട് പറഞ്ഞല്ല, തലശ്ശേരി ഒരു പാർട്ടി വന്നിട്ടുണ്ട്, ഒരു ഫാമിലി വന്നിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടിട്ട്, നമ്മളെ വീഡിയോ കണ്ടിട്ട് ജ്വല്ലറി വന്നിട്ടുണ്ട്. അപ്പൊ ഷോപ്പിൽ നിന്ന് രാകേഷ് ഇപ്പം വിളിച്ച് വൈകോട്ടെ വേഗം വന്നു. ഞാനേതായാലും ഷോപ്പ് പോയിട്ട് അവരെ ഞാൻ ഒന്ന് വീഡിയോയിൽ കാണിച്ചല്ലോ അമ്മേ. അങ്ങനെ വന്ന ഫാമിലി അല്ലേ? അങ്ങനെ വന്നേന്ന്. അപ്പോ അവരോട് സമ്മതം ചോദിച്ചിട്ട് ഞാൻ വീഡിയോയിൽ അവരെ കൂടി കാണിച്ചുതരാം. അതുകൊണ്ട് മമ്മി ഞാൻ വേഗം ഇവിടെ വന്നാല്. എടാ മക്കളെ ഓക്കെ ബൈ. ഞാനിതാ പെട്ടെന്ന് തന്നെ ഷോപ്പിലെത്തിയ. അപ്പോൾ ഇവരെ രണ്ടാളാണ് ആൾക്കാർ കതിരൂരിന്നേ വരുന്നതാണ് കേട്ടോ നമ്മളെ കാണാനായിട്ട്. അപ്പോൾ വന്ന സ്ഥിതിക്ക് ഇതാ ഒരു കമ്മൽ വാങ്ങിനി, പിന്നെ മോൾക്ക് കൊടുക്കാൻ ഒരു മോതിരം വാങ്ങിനി. നമ്മളെ ശ്രീചേട്ടൻ പിന്നെ ഭാര്യ പേര് അനൂപ. അപ്പോൾ രണ്ടാളും കൂടി തലശ്ശേരിന്നേ നമ്മളെ കാണാനും ഇതാ സ്വർണ്ണം വാങ്ങാനും വന്നതാണ്. ശ്രീചേട്ടൻ എങ്ങനെയാണ് വീഡിയോ കണ്ടിട്ട് ഇങ്ങെത്തിപ്പെട്ടല്ലേ? വീഡിയോ കണ്ടിട്ട് എത്തിയതാണ്. കാരണം ഇവരെയൊക്കെ എല്ലാ എന്താ പറയുക, ഇവരെല്ലാം കസ്റ്റമറുമായിട്ടുള്ള ഡീലിങ് കാര്യങ്ങളെല്ലാം ചേച്ചി നിങ്ങൾ ഇടക്കിടക്കാണ് ഊർഷ ഇഷ്ടപ്പെട്ടു. ഊർഷ അപ്പൊ അങ്ങനെയെല്ലാം കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സാഹചര്യം കണ്ടേ തീരുള്ളൊന്നും പറ്റങ്ങനെ വന്നതാണ്. വന്ന സ്ഥിതിക്ക് സ്വർണ്ണം എടുത്തിട്ട് ഞാൻ പറയില്ല സ്വർണ്ണം വാങ്ങാനായിട്ട് വരണ്ട, നമ്മളെ കാണാൻ എപ്പം വരല്ല. അപ്പൊ ശ്രീചേട്ടനുണ്ടല്ല ആള് ചെറിയ പുള്ളിയല്ല. അപ്പൊ വിഷു ആയതുകൊണ്ട് എല്ലാരും ഇതേപോലെ പേരൊന്ന് ഓർമ്മിച്ച് വെച്ചോ. ശ്രീചേട്ടന് അവിടെ ഒരു പടക്കക്കടയുണ്ട് കതിരൂര്. അപ്പോ കണ്ണൂരുള്ളവർ ഇനി എവിടെയുള്ളവരായാലും പടക്കം വാങ്ങാൻ അവിടെ പോയിക്കോ, ചെറിയ വിലക്ക് സാധനം കിട്ടുന്ന പറയുന്ന കേട്ടാ. നമ്മളെന്തായാലും പോലെ അപ്പൊ കടയുടെ പേര് പ്രകാശ് ഫയർ വർക്ക്സ് ആണ്. ഏതാണ്ട് അച്ഛനുള്ള കാലത്തേ ഉള്ളതാണ്. അപ്പൊ ഏതാണ്ട് 10-60 വർഷം ഭാരം വരുന്നുണ്ട്. അപ്പൊ പടക്കം എന്തായാലും പൊട്ടുമല്ല, നല്ല പൊട്ടുന്ന അടിപൊളി പടക്കം ഉണ്ടാവും. അപ്പൊ എന്തായാലും പോയിട്ട് വാങ്ങുക. എന്തായാലും ഇവിടം വരെ വന്നതില് നമുക്ക് മനസ്സിന്റെ നന്ദി നമ്മൾ രേഖപ്പെടുത്തുന്നത് രണ്ടാളോടും കേട്ട. അപ്പോൾ ഇതാണ് ശ്രീചേട്ടന്റെ പടക്കക്കട. പിന്നെ തലശ്ശേരി നേടുന്ന പോലെ വന്നല്ലേ. അപ്പോൾ നമ്മളെ കൊണ്ടൊരു ഗുണാവട്ടെ, നമ്മളെ വീഡിയോ കൊണ്ടവർക്കൊരു ഗുണാവട്ടെ, അതുകൊണ്ടാണ് വീഡിയോയിൽ ഇതിടുന്നത്. എന്തായാലും നമ്മൾ ഷോപ്പിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് അവിടെ പോയിട്ട് പടക്കം പാളും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മളെ പേരൊന്ന് പറഞ്ഞു കേട്ടാ. ശ്രീചേട്ടൻ എന്തായാലും ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് ആക്കി തരുന്ന പ്രത്യേകം പറഞ്ഞു കേട്ടാ. പിന്നെ ഇതെന്താന്ന് മനസ്സിലായല്ല, സൂചിയേർ 1ാം സമ്മാനം ഡയമണ്ട് നെക്ലേസ് ആണ്. പിന്നെ ചോപ്പിൽ അവിടെ കൊണ്ടാലും സമ്മാനമാണ്. അപ്പോൾ നമ്മളെ ശ്രീചേട്ടനും എറിയുന്നുണ്ടേ. ഏതെങ്കിലും ഒന്ന് കൊണ്ടാ മതിയായിരുന്നു, പുറത്താ ഉള്ളിൽ ഏതൊക്കെ ഒന്നുമില്ല. അപ്പൊ ജസ്റ്റ് മിസ് കുടിക്കാം. എന്തായാലും ഇത്രയും ദൂരത്ത് നിന്ന് നമ്മളെ കാണാൻ വന്ന സഹചേട്ടൻ തിരിച്ചു പോകുമ്പോൾ നല്ല സന്തോഷത്തോടെ പോകുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മളും വളരെയധികം സന്തോഷത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മളെ വീഡിയോ കണ്ട് വരുന്നവരൊക്കെ നമ്മൾ ഷോപ്പിൽ വരുവാന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.